ജോബിയച്ച, എന്താണ് ഇപ്പോൾ അവിടെ ഇപ്പോൾ നടക്കുന്നത്? എങ്ങനെയാണ്? ഇന്റർനെറ്റിന്റെ ഒക്കെ ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇന്ന് വൈകുന്നേരം വത്തിക്കാൻ സമയം 3 മണി മുതൽ ഇന്റർനെറ്റ് കട്ട് ചെയ്യും. അതെ, അത് കോൺക്ലേവുമായി ബന്ധപ്പെട്ട് അവരുടെ നടപടിക്രമങ്ങളുടെ ഭാഗം മാത്രമാണ്. അത് പ്രത്യേകിച്ച് കാസ സാന്താ മാർത്തയുടെ ഏരിയ, കോൺക്ലേവ് സിസ്റ്റൈൻ ചാപ്പൽ, എല്ലാ അവരുടെ പ്രൊട്ടക്റ്റീവ് ടെറിട്ടറികളിലാണ് അത് കൂടുതലായി സംഭവിക്കുക, മറ്റു സ്ഥലങ്ങളിലല്ല. ഓക്കെ അച്ഛാ, നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ഇപ്പോൾ കഴിഞ്ഞ ആ ഒരു ദിവ്യബലിയെ കുറിച്ചായിരുന്നു. ആ ദിവ്യബലിയിൽ സംഭവിച്ചതിനെ കുറിച്ചായിരുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ദിവ്യബലിയായിരുന്നു. കാരണം കർദിനാൾമാർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവർ അർപ്പിച്ച ആ ദിവ്യബലി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവര് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ആ ഒരു ദിവ്യബലിയെ കുറിച്ചൊന്ന് അച്ഛനൊന്ന് പറയുമോ? തീർച്ചയായും. ആ ദിവ്യബലിക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ചത് ഡീൻ ഓഫ് കോളേജ് ഓഫ് കാർഡിനൽസിന്റെ ഡീനായ ജോവാനി ബപ്റ്റിസ്റ്റ റേ ആണ്. നമുക്ക് ഓർമ്മയുണ്ടാകും, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫ്യൂണറൽ മാസിൽ വളരെ അതിഗംഭീരമായ ഹൃദയസ്പർശിയായ പ്രസംഗം പറഞ്ഞ കർദിനാൾ, ബലിയർപ്പിച്ച് പ്രസംഗം പറഞ്ഞ കർദിനാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കൂടെ സഹകാർമ്മികരായി പ്രധാനമായും വോട്ടവകാശമുള്ള എല്ലാ കർദിനാൾമാരുമാണ് സഹകാർമ്മികരായി പ്രോപ്പറായിട്ട് പങ്കെടുത്തത്. അതോടൊപ്പം തന്നെ ഹോളി കമ്മ്യൂണിയൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളവരും ഉണ്ടായിരുന്നു. മറ്റെല്ലാ ആർച്ച് ബിഷപ്സും വൈദികരും ഞങ്ങളും അതുപോലെ തന്നെ വത്തിക്കാനിൽ ജോലി ചെയ്യുന്ന ഡെക്കാസ്ട്രിയിലുള്ളവരെല്ലാവരും അതിൽ പാർട്ടിസിപ്പൻസ് ആയിട്ടാണ് ആ ബലിയിൽ പങ്കെടുത്തത്. പക്ഷെ ഈ ബലിയുടെ പ്രത്യേകത നമുക്കറിയാം. കോൺക്ലേവിന് ഒരുക്കമായി ഒഫീഷ്യലായി ഔദ്യോഗികമായി മാർപ്പാപ്പയുടെ ഇലക്ഷന് വേണ്ടി പ്രോ എലിജൻഡോ പൊന്തിഫിച്ചെ റൊമാനോ, അതായത് for the election of the Holy Father, for the election of the Roman Pontiff, അതിനുവേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു ബലിയാണിത്. നമുക്കറിയാം, വോട്ടവകാശമുള്ള 133 കർദിനാൾമാരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. പക്ഷെ ഈ ബലിയുടെ പ്രത്യേകത, ഇത് സഭ ഒരു കൂട്ടായ്മയാണ്, സഭ എല്ലാവരും ചേരുന്നതാണ് എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു ഈ ബലി. കാരണം അതിൽ വോട്ടവകാശമുള്ള കർദിനാൾമാരോടൊപ്പം എല്ലാ മറ്റ് കർദിനാൾമാർ, ആർച്ച് ബിഷപ്സ്, ഡീക്കന്മാർ, സന്യസ്തർ, അൽമായർ, വൈദികർ, അങ്ങനെ എല്ലാവരും കൂടി കൂട്ടായ്മയിൽ നമ്മുടെ സഭയെ നയിക്കുവാൻ പോകുന്ന ആ 266ാമത്തെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനായിട്ട് പോകുന്ന ആ ബലി കൂട്ടായ്മയിൽ അർപ്പിച്ചപ്പോ അതൊരു വലിയൊരു അനുഭവം. പ്രത്യേകിച്ച് ആ ബലിക്ക് വേണ്ടി പുറത്തിറക്കിയ ലിറ്റർജിക്കൽ ടെക്സ്റ്റ്, അതിന്റെ കവർ പേജിൽ തന്നെ നമുക്ക് കാണാം, പരിശുദ്ധാത്മാവെ ഇറങ്ങി വന്നാലും എന്നുള്ള ആ ഒരു സിംബോളിക് ഇതോടുകൂടിയാണ് അത് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം, കർദിനാൾമാരെല്ലാവരും കൂടി പ്രൊസഷനായി പൗളിയൻ ചാപ്പലിൽ നിന്ന് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് യാത്രയാകുമ്പോ അവര് വിശുദ്ധരുടെ ലുത്തിനി ചൊല്ലിക്കൊണ്ടാണ് 3:45 മണിയാകുമ്പോ അവര് അവിടേക്ക് യാത്രയായി. പിന്നെ സിസ്റ്റൈൻ ചാപ്പലിൽ 4:30 പ്രാർത്ഥന തുടങ്ങി. 5 മണിയോടുകൂടി വിയേനി സാന്തോ സ്പിരിത്തോ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നാലും എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ കർമ്മങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുക. അപ്പം അതിനൊരുക്കമായി നടന്ന ഈ ബലി വലിയ തീക്ഷ്ണതയോടെ, വലിയ പ്രാർത്ഥനയോടുകൂടിയാണ് എല്ലാവരും പങ്കെടുത്തത്. പ്രത്യേകിച്ച് എന്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു കാര്യം, പ്രായമായിട്ടുള്ള റിട്ടയർഡ് ആയിട്ടുള്ള എമിരിത്തുസ് ആയിട്ടുള്ള ഒരു കർദിനാള്, അദ്ദേഹത്തിന് കാണുമ്പോൾ അറിയാം ആരോഗ്യം വളരെയധികം വയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ, എങ്കിലും അദ്ദേഹം ആ കുർബാനയിൽ പങ്കെടുത്തത് മുട്ടുകുത്തിക്കൊണ്ടാണ്. ഭൂരിഭാഗവും സമയം മുട്ടുകുത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ കുർബാനയിൽ പങ്കെടുത്തത്. അപ്പം ഇത്രമാത്രം ഒരു പ്രാധാന്യമുള്ള ഒരു ഇലക്ഷനാണ് നടക്കാൻ പോകുന്നത്. മാനുഷികമായ ഇടപെടലുകളൊന്നും അതിൽ സംഭവിക്കാൻ പാടില്ല. ദൈവത്തിന്റെ ഇഷ്ടം, പരിശുദ്ധാത്മാവ് നയിക്കുന്നതിൽ പ്രകാരം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം എന്നുള്ള ഒരു ചിന്ത കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരുടെ ഹൃദയത്തിലുണ്ട്. പ്രത്യേകിച്ച് ആ കർദിനാളിനെ അങ്ങനെ കാണാനിടയായപ്പോ അത് വല്ലാതെ ഹൃദയം സ്പർശിക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ചത്. വളരെ ഹൃദയസ്പർശിയായ വിവരണമാണ് അച്ഛൻ തന്നത്. ആ കർദിനാളിന്റെ മോഡൽ എന്നൊക്കെ പറഞ്ഞാൽ, നമുക്ക് മുന്നേ വിശ്വാസത്തിന്റെ ദീപവുമായിട്ട് ഓടിപ്പോയവർ, ഫോർ റണ്ണേഴ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കില്ല, ഫോർ റണ്ണേഴ്സ്, മുന്നേ ഓടിയവർ നമുക്ക് കാണിച്ചു തന്ന പാത ഇന്നും നമ്മുടെ മുൻപിൽ കാണിക്കുന്ന വിശ്വാസ സാക്ഷ്യത്തിന്റെ പാതകൾ നമുക്ക് കോരിത്തരിപ്പിക്കുന്നതാണ്. ആ അനുഭവങ്ങൾ ഒന്നും ആയിട്ടില്ലെന്നും നമ്മളൊക്കെ ഇനിയും എവിടെയൊക്കെ എത്താനുണ്ടെന്നും ഇനിയും ഒന്നും നമ്മളെ അങ്ങനെ തന്നെ ചിന്തിപ്പിക്കുകയാണ്. ഇത്രയും ആ എമിരിത്തോസ് ആയിട്ടുള്ള ആ കർദിനാൾ കാണിച്ചു തന്ന ഒരു മാതൃക. അച്ഛാ, മറ്റു കാര്യങ്ങൾ എങ്ങനെയൊക്കെ അവിടെ, കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് അച്ഛാ? മറ്റു കാര്യങ്ങൾ ആദ്യമേ തന്നെ ഞാൻ കുർബാന കഴിഞ്ഞിട്ടുള്ള കാര്യം പറയട്ടെ. കുർബാന കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കാസ സാന്ത വൈദികരും കുറച്ച് കർദിനാളും ബിഷപ്സും ഇറങ്ങിയ വഴിയിൽ തന്നെ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, കുറെ കർദിനാൾമാർ വളരെ റിലാക്സ്ഡ് ആണ്.
കുറെ കർദിനാൾമാർ ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകളിലാണ്. ഏതായിരുന്നാലും നമ്മുടെ കർദിനാൾ പിയത്രോ പരോളിനെ കാണാനിടയായി, സംസാരിച്ചു. അതോടൊപ്പം തന്നെ അവരെല്ലാവരും വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും ഇടപഴകുകയും ഫോട്ടോ എടുക്കാനൊക്കെ അനുവദിക്കുകയും ചെയ്തു. അപ്പം അതിനുശേഷം അവരെല്ലാവരും കൂടി അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് കാസ സാന്ത മാർത്തയിലേക്ക് തന്നെ അവരെല്ലാവരും പോവുകയുണ്ടായി. മറ്റ് വിശ്വാസ സമൂഹവും ഡിപ്ലോമാറ്റ്സും ആർച്ച് ബിഷപ്സും വൈദികരും എല്ലാവരും കുറച്ചു സമയം അവരെ കാണാനും ഇടപഴകാനും സംസാരിക്കാനും ബ്ലെസ്സിംഗ് ഒക്കെ എടുക്കാനൊക്കെ സാധിച്ചു. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുകയാണ്. കാരണം ഇത്രയും വലിയ ചരിത്ര പ്രാധാന്യമായ കോൺക്ലേവ് നടക്കുമ്പോഴും അവരുടെയൊക്കെ എളിമ, അവരുടെയൊക്കെ സിംപ്ലിസിറ്റി, അവരുടെയൊക്കെ ആ ഒരു കരുതൽ, പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ വത്തിക്കാന്റെ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ കൈമ പിടിക്കുമ്പോൾ പിടിച്ച് നമ്മൾ നിർത്തുമ്പോൾ ഭയങ്കര ബലം പ്രയോഗിച്ചിട്ട് രണ്ട് കൈമയും പിടിച്ചിങ്ങനെ നിൽക്കണേ. അപ്പം ഒരു പ്രത്യേക ഒരു മാതൃസ്നേഹം, അവരൊന്നിനെ കുറിച്ചും പ്രിയോക്കുപൈഡ് അല്ല, തങ്ങളെ കുറിച്ച് ഒന്നുമല്ല. ഒരു സഭ ഒരു അമ്മയാണെന്നുള്ള കാഴ്ചപ്പാട്, ആ അമ്മയുടെ ചിറകൻ കീഴിൽ ആര് വന്നാലും ചേർത്ത് നിർത്തണമെന്നുള്ളൊരു ചിന്ത ഉള്ള കർദിനാൾമാരും അവരുടെ ഇടയിൽ വളരെ ശക്തമായി കാണാൻ സാധിച്ചു കഴിഞ്ഞപ്പോൾ അത് വലിയ പ്രതീക്ഷ നൽകുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം അങ്ങനെയാണ് നമ്മുടെ സഭയുടെ നേതൃത്വത്തിലേക്ക് വരുന്ന ആരായിരുന്നാലും എല്ലാവരെയും ഒരു അമ്മയുടെ ചിറകൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ ഒന്നും നോക്കാതെ, ഒന്നും ചിന്തിക്കാതെ എല്ലാവരോടും സംസാരിച്ച് എല്ലാവരെയും കൂടെ നിർത്തുന്ന ഒരു അനുഭവം എനിക്ക് ആ സമയത്ത് തോന്നി. അത് തന്നെയാണ് സഭ. സഭ ഒരു അപ്പനല്ല, സഭ ഒരു അമ്മയാണ്. ആ അമ്മയുടെ ഒരു പ്രസൻസ് ആയിരിക്കണം ഇനി വരാൻ പോകുന്ന പോപ്പ് എന്നാണ് എന്റെ ഉള്ളിൽ തോന്നുന്ന ഒരു ചിന്ത. വളരെ വളരെ ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ അച്ഛാ. സഭ എന്ന അമ്മ, മദർ ചർച്ച്, അതുപോലെ പിയട്രോ പെരോളിൻ കൈ പിടിച്ചപ്പോഴുണ്ടായ ഫീലിങ്സ്, ഇതൊക്കെ നമ്മളെ കാണിക്കുന്ന കൂടുതൽ സഭയെ സ്നേഹിക്കാനും സഭയുടെ സ്വന്തം ചർച്ച് ഇസ് മൈ പ്രൈഡ് എന്നൊക്കെ വരുന്ന വിധത്തിൽ അല്ലേ, ആ രീതിയിലുള്ള അച്ഛന്റെ ചിന്തകൾക്ക് ഒത്തിരി നന്ദി പറയുന്നു വെച്ചാൽ. ഇങ്ങനെ അടുത്ത മാർപ്പാപ്പയാകാൻ കൂടുതൽ ചാൻസ് പറയുന്ന ഒരാൾ കൂടിയാണ് ഈ പിയട്രോ പരോളിൻ, ഇപ്പോഴത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള കർദിനാൾ. അച്ഛാ ഒരു കാര്യം കൂടി, നമ്മളൊന്നും പ്രഡിക്റ്റ് ചെയ്യണ്ട അച്ഛാ ഒരു കാര്യം കൂടി, ഇപ്പോൾ എങ്ങനെയാണ് ഇനി മുതലുള്ള മണിക്കൂറുകൾ എങ്ങനെയായിരിക്കും വത്തിക്കാൻ സ്ക്വയറിൽ? ആളുകൾക്കുള്ള പ്രവേശനം എവിടം വരെ ആയിരിക്കും? റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ഉണ്ടോ? തീർച്ചയായും റെസ്ട്രിക്റ്റഡ് ഏരിയസ് ഉണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഇതിന്റെ പുറകിൽ കാണുന്ന നിങ്ങൾക്കൊരു ആർച്ച് പോലെ കാണാൻ സാധിക്കും. അതിലൂടെയാണ് കാസ സാന്ത മാർത്തയിലേക്ക് പോകുന്നത്. കർദിനാൾമാരെല്ലാവരും താമസിക്കുന്നത് അവിടെ. അതെല്ലാം സീൽ ചെയ്ത് അവർക്ക് അനുവാദമില്ല, പുറത്തേക്ക് പോകാനൊന്നും അനുവാദമില്ല. അപ്പം വത്തിക്കാൻ പ്യാറ്റ്സ, ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുമ്പിലുള്ള പ്യാറ്റ്സയാണ്. അപ്പം അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. തീർത്ഥാടകര് പതിവ് പോലെ വരുന്നു, പ്രാർത്ഥിക്കുന്നു, യാത്ര ചെയ്യുന്നു. എന്നാൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിന്റെ അകത്തേക്ക് ഇപ്പം ആർക്കും പ്രവേശനമില്ല. പ്യാറ്റ്സയുടെ ചുറ്റുപാടുമായി തീർത്ഥാടകർ പതിവ് പോലെ ജനസാഗരം തന്നെയാണ്. അതിൽ കുറെ പേരെങ്കിലും ഇന്ന് ഉച്ച കഴിഞ്ഞ് നടക്കാൻ പോകുന്ന വോട്ടെടുപ്പും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വരാൻ പോകുന്ന ചുവന്ന പുകയും വെളുത്ത പുകയും കറുത്ത പുകയും കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരും അവിടെ ഉണ്ടായിരിക്കും. ഇന്ന് ബുധനാഴ്ചയല്ലേ, ഈ ബുധനാഴ്ച ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഈ ടൈമിൽ, ഉച്ച കഴിഞ്ഞ, അതും ഒരു ജനത്തിന് വളരെ വികാരം കൊള്ളിക്കുന്ന ഒരു ദിവസമാണല്ലോ. തീർച്ചയായും. ഈ ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദനം അത് നമ്മളെ ബാധിക്കുമോ? എല്ലാ ആളുകളെയും ബാധിക്കുമോ വത്തിക്കാനിലെ? ഇല്ല, തീർച്ചയായിട്ടും അത് ബാധിക്കുന്നില്ല. കാരണം ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്റർനെറ്റിൽ സഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അത് വിച്ഛേദിക്കുന്നത് നമുക്കറിയാം. ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളാണ് കാസ സാന്ത മാർത്ത, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ സിസ്റ്റൈൻ ചാപ്പൽ, പൗളീൻ ചാപ്പൽ. അതായത് വോട്ടവകാശമുള്ള കർദിനാൾമാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളും സാഹചര്യങ്ങളുമാണ് ഇന്റർനെറ്റ് എല്ലാം വിച്ഛേദിച്ച് ഹൈലി പ്രൊട്ടക്റ്റഡ് ആക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, വ്യക്തമാണ്. മറ്റു കാര്യങ്ങളിലെ മറ്റൊരു കാര്യം, ഇന്ന് നമുക്കറിയാവുന്നത് പോലെ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3:45 കൂടിയാണ് വോട്ടവകാശമുള്ള കർദിനാൾമാരെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അപ്പസ്തോലിക് പാലസിലേക്ക്. അപ്പം അവർക്ക് നടന്നു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു റൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ജേർണലിസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റാരും വന്ന് ശല്യപ്പെടുത്താതെ ഒരു ഇതും പാടില്ലാത്ത വിധം ശരിക്കും ഒരു നോവിഷ്യേറ്റിലായിരിക്കുന്ന അവസ്ഥയിലായിരിക്കും അവരിപ്പോ. അതായത് ഒരു ക്ലോയിസ്റ്റേഡ് ഒരവസ്ഥ, മറ്റൊരു ലോകവുമായിട്ടൊരു ബന്ധമില്ലാതെ സ്വാധീനങ്ങളില്ലാത്തൊരവസ്ഥയിലായിരിക്കും. 3:45 കൂടി ഉച്ച കഴിഞ്ഞ് അവർ അപ്പസ്തോലിക് പാലസിലേക്ക് പോകും. അതിനുശേഷം 4:30 മണിയോടുകൂടി പൗളീൻ ചാപ്പലിൽ വെച്ച്
പ്രത്യേക പ്രാർത്ഥനകൾ നടന്ന് 5 മണിയോടുകൂടി വിശുദ്ധയുടെ ലുത്തിനെ ചൊല്ലി വിയനി സാന്ത സ്പിരിറ്റ് പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അവര് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പ്രവേശിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ കോൺക്ലേവിന്റെ കാര്യം നമുക്കറിയാലോ, ഇന്ന് നടക്കുന്ന വോട്ടിനെ കുറിച്ച് അതിനെ കുറിച്ച് പറയണോ? പ്രത്യേകിച്ച് എനിക്ക് അറിയില്ല, ഓൾറെഡി ആരെങ്കിലും പറഞ്ഞു തന്നു? ഇല്ല, അത് ഇന്ന് നടക്കുന്നത് അവിടെ രാത്രി ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക്, വത്തിക്കാൻ സമയം 4:30-ക്കാണല്ലോ ആരംഭിക്കുന്നത് അല്ലെ? 4:30 എന്ന് പറഞ്ഞാൽ അതെ, 5 മണിയോടുകൂടി സിസ്റ്റൈൻ ചാപ്പലിൽ കോൺക്ലേവിന്റെ എല്ലാ കാര്യങ്ങളും ആരംഭിക്കും. അപ്പം നമുക്ക് ലഭിച്ച അറിവ് ഇങ്ങനെയാണ്, അതായത് ആദ്യത്തെ വോട്ടെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പിന്നെ അന്നേരം ജനത്തെ അറിയിക്കാനിരിക്കുന്നത് ചിമ്മിനിയിലൂടെ പുക വരുന്നത് 7 മണിക്കായിരിക്കും. എന്നാൽ 5 മണിക്ക് വോട്ടെടുപ്പ് നടന്ന് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലെങ്കിൽ 6:30-ക്കും 7 മണിക്കും ഇടയ്ക്ക് തന്നെ ചിമ്മിനിയിലൂടെ പുക വരുന്നതായിട്ട് കാണിക്കും എന്നാണ് മനസ്സിലാക്കി പറഞ്ഞിരിക്കുന്നത്. ഈ വത്തിക്കാൻ സമയം 6:30, അപ്പോൾ ഏകദേശം ഇവിടെ ഒരു രാത്രി 10 മണിയോടുകൂടി നമുക്ക് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ ഒരു ഫലം നമുക്ക് അറിയാൻ സാധിക്കും ഇന്ന് രാത്രി. അതായത് ഇവിടുത്തെ സമയം 6:30, 7, 8, 9, രാത്രി 10 മണിയോടുകൂടി തീർച്ചയായും നമ്മൾ കാത്തിരിക്കുന്ന, പ്രാർത്ഥനാപൂർവം ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്നതായിരിക്കും. അച്ഛന്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് നേരത്തെ നമ്മൾ ഇന്നലെ അതുമായി സംസാരിച്ചിരുന്നു, വത്തിക്കാനിൽ നിന്ന് മറ്റ് ജനങ്ങള്, അവിടെയുള്ള വത്തിക്കാനുള്ള മറ്റ് വിശ്വാസികള് അല്ലെങ്കിൽ അച്ഛനുമായി ബന്ധപ്പെട്ട് അവിടെയുള്ളവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത്? ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുമോ, അതോ 2-3 ദിവസം നീളുമോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറ്റ് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ജനങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമായ കോണുകളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് എക്ലേസിയാസ്റ്റിക്കൽ സർക്കിളിൽ നിന്ന് ചിലപ്പോ കോൺക്ലേവ് അല്പം നീളാമെന്ന് പറഞ്ഞ അഭിപ്രായപ്പെട്ടവരുണ്ട്. അതേസമയം 2-3 ദിവസത്തിനുള്ളിൽ 9-ാം തീയതിയോടെയൊക്കെ തന്നെ ഒരു ഫലം നമുക്ക് ലഭിക്കാമെന്ന് പറഞ്ഞവരുണ്ട്. പൊതുജനത്തെ സംബന്ധിച്ച് അവര് എത്രയും പെട്ടെന്ന് മാർപ്പാപ്പയെ കാണണം, മാർപ്പാപ്പയാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്നവരാണല്ലോ. അവർക്ക് അതിന്റെ ഇന്റേണൽ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും അതിനെക്കുറിച്ചുള്ള കാഴ്ച അവരെ സംബന്ധിച്ച് മാർപ്പാപ്പ എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ഒരു ജനതയായിട്ടാണ് തോന്നിയത്. അതേസമയം ആരാണ് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുക എന്നുള്ള പല പേരുകളും നമുക്കറിയാം, നമ്മുടെ പല രീതിയിൽ കേൾക്കുന്നുണ്ട്. വത്തിക്കാന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന പിയത്രോ പെരോളിൻ കർദിനാൾ, നമ്മുടെ ഫിലിപ്പീൻസിനുള്ള എവഞ്ചലൈസേഷന്റെ ഹെഡായ കർദിനാൾ ടാഗ്ലെ, ജെറുസലേമിന്റെ പേട്രിയാർക്ക് കർദിനാൾ പീറ്റ്സ് ബെല്ല, ഇങ്ങനെ ഒരുപാട് പേര്, അതിൽ ആഫ്രിക്കനായിട്ടുള്ള ഒരു കർദിനാളിന്റെ പേര് കേൾക്കുന്നുണ്ട്. അത് നമ്മളതിനെ എങ്ങനെയാ നോക്കി കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തീർച്ചയായിട്ടും ഇവരെല്ലാവരും, പ്രത്യേകിച്ച് പിയത്രോ പെരോളിനൊക്കെ തെരഞ്ഞെടുക്കപ്പെടേണ്ട ഒരാൾ തന്നെയാണ്. അതിനുള്ള എല്ലാ ഇതുമുണ്ട്. സഭയുടെ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിലും സാഹചര്യത്തിലും അങ്ങനെ ഒരാളെയാണ് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, കഴിഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിൽ 12 പേരുടെ ലിസ്റ്റ് BBC, CNN, റായ് ന്യൂസ് എല്ലാവരും പുറത്തുവിട്ടു. പക്ഷെ അതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരുണ്ടായിരുന്നില്ല. അപ്പം ഒരിക്കലും ഇല്ലാത്തൊരു പേരാണ് ആ സമയത്ത് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ പരിശുദ്ധാത്മാവ് സ്വർഗം നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പ് മാനുഷികമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടല്ല ഒരിക്കലും. പത്രോസിനെ തെരഞ്ഞെടുത്തപ്പോ 2 ചോദ്യമാണ്, നീ എന്നെ സ്നേഹിക്കുന്നോ, അല്ലെങ്കിൽ ഇവരൊക്കെ ഉപരിയെ എന്നെ സ്നേഹിക്കുന്നോ? ഈ ചോദ്യമായിരുന്നു ഈശോ മാനദണ്ഡമായിട്ട് കണ്ടത്. അപ്പൊ സ്വർഗം ഒരു വ്യക്തിയെ, തിരുസഭയെ നയിക്കുവാൻ തെരഞ്ഞെടുക്കുമ്പോൾ കാണുന്ന മാനദണ്ഡം എന്താണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് ദൈവത്തിന്റെ നിശ്ചയം. അപ്പൊ ആ നിശ്ചയങ്ങളിൽ മാനുഷികമായ ഇടപെടലുകൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടി നമ്മൾ കണ്ണീർ നിറഞ്ഞ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക എന്നുള്ളത് മാത്രമാണ്. കാരണം 133 കർദിനാൾമാരും മാർപ്പാപ്പമായി തെരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുള്ളവരാണ്. ആര് തെരഞ്ഞെടുക്കപ്പെട്ടവരും അവരിലൂടെ ഈശോ തിരുസഭയെ നയിക്കും എന്നുള്ളതിൽ സംശയമില്ല. അപ്പം പക്ഷേ മാനുഷികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം ഒരു പക്ഷേ സർപ്രൈസ് ഈ കോൺക്ലേവിൽ സംഭവിച്ചേക്കാം എന്നുള്ളതും ഒരു ചിന്ത തന്നെയാണ്. ഏതായിരുന്നാലും നമ്മൾ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രം വിട്ടുകൊടുക്കേണ്ട ഒരു മേഖലയായിട്ടാണ് എനിക്ക് തോന്നുക. പറഞ്ഞ പേരുകൾ വരാം, സർപ്രൈസ് സംഭവിക്കാം. ഇതാണ് എനിക്ക് തോന്നുന്ന ഒരു കാഴ്ചപ്പാട്.
ഓക്കെ അച്ഛാ, എന്തായാലും അച്ഛൻ ഞങ്ങൾ ഈ ഒരു തത്സമയം നമ്മൾ ഇന്ന് രാത്രി ഒരു റിസൾട്ട് എന്താണ്, അത് കറുത്ത പുകയായിക്കോട്ടെ വെളുത്ത പുകയായിക്കോട്ടെ, ഇത് വരുന്നത് വരെയുള്ള ഒരു തത്സമയ സംരക്ഷണം നമ്മൾ തുടരുകയാണ്. കൃത്യമായ വാർത്തകൾ വത്തിക്കാനിൽ നിന്ന് കൃത്യം അപ്ഡേറ്റുകൾ ലഭിക്കാൻ അച്ഛൻ ഇനിയും തുടരണം. എന്തായാലും ഒരുപാട് നന്ദി അച്ഛാ. ഇപ്പോൾ ആ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം, അതായത് ഇന്ന് ദിവ്യബലി മധ്യേ നമ്മുടെ ഡീൻ ഓഫ് കർദിനാൾ ജോവാനി ബത്തിസ്തറെ, അദ്ദേഹം ഫ്യൂണറൽ മാസിന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഹോമിലി ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. ഇന്നും അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്റെ ഹൃദയത്തെ ഒരുപാട് സ്പർശിച്ചു. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹം ആ ഹോമിലി ആരംഭിച്ചത് തന്നെ പരിശുദ്ധ ദൈവമാതാവ് ശിഷ്യന്മാരുടെ കൂടെ സെയ്യൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് വേണ്ടി കാത്തിരുന്ന് സഭയുടെ ഉദ്ഘാടനം നടന്ന് തീക്ഷ്ണതയോടുകൂടി സഭ പിറവിയെടുത്ത് മുന്നോട്ട് പോയ ഒരു രംഗമാണ് അദ്ദേഹം പ്രത്യേകിച്ച് ആ ഹോമിലിയിൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ സഭ ഈ നിമിഷങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളില്ലാതെ കൂട്ടായ്മയിൽ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. മാത്രമല്ല, ഈശോ ഇന്നത്തെ സുവിശേഷം തെരഞ്ഞെടുത്തത് യോഹന്നാന്റെ 15 ദിവ്യബലി മതി, അതായത് പിതാവ് ഞാനും ഒന്നായിരിക്കുന്നത് പോലെ എന്നുള്ള ഭാഗം. അതോടൊപ്പം തന്നെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ അവരെ സ്നേഹിക്കുന്നു. അപ്പം പിതാവായ ദൈവത്തിന്റെ സ്നേഹം ഈ ഭൂമിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന, വെളിപ്പെടുത്തുന്ന ഒരു സാന്നിധ്യമായി മാറിക്കൊണ്ട് സഭ ഒരു കമ്മ്യൂണിയനായി കൂട്ടായ്മയിലായിരുന്നുകൊണ്ട് എല്ലാ അംഗങ്ങളും സഭയാകുന്ന അമ്മയുടെ ഭാഗമായി നിന്ന് കൂട്ടായ്മയിലായിരുന്നു പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഭയെ ശക്തിപ്പെടുത്തി ഈ വരും ദിനങ്ങൾ, മണിക്കൂറുകൾ, നിമിഷങ്ങൾ അത്ഭുതകരമായി പരിശുദ്ധാത്മാവിന്റെ തന്നെ ഇടപെടൽ ഉണ്ടാകേണ്ടതായിട്ടുള്ളതിന്റെ ആവശ്യകത അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് നമ്മുടെ മാധ്യമങ്ങളിലൂടെയും നമ്മുടെ ചർച്ചകളിലൂടെയും എല്ലാം ഏറ്റവും കൂടുതൽ നിഴലിച്ചു നിൽക്കേണ്ട ഒരു കാര്യം ഈ ഹോമിലിയുടെ വെളിച്ചത്തിൽ അത് തന്നെയാണ്. വരും മണിക്കൂറുകളിൽ പ്രാർത്ഥനയുടെ നിലാവുള്ള നിലവറകളിൽ കുപ്പിയ കരങ്ങളുമായി കണ്ണീരോടെ തിരുസഭയ്ക്ക് വേണ്ടി നമ്മൾ ഉയർത്തേണ്ട പ്രാർത്ഥനകൾ അതിശക്തമായിരിക്കണം എന്ന് തന്നെയാണ് തോന്നുന്നത്. ആ മാനുഷികമായ ഒരു ഇടപെടലുകളും സംഭവിക്കാതെ, എന്നാൽ തിരുസഭയുടെ നന്മയെ പ്രതി ചിന്തിക്കുന്ന 133 വോട്ടവകാശമുള്ള കർദിനാൾമാരുടെ കൂട്ടായ്മയിൽ അവർ എടുക്കുന്ന തീരുമാനങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കാൻ വേണ്ടി, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് സൃഷ്ടികൾക്ക് മുമ്പ് ചലിച്ചതുപോലെ ഒരു പുതിയ യുഗം പിറക്കാൻ പോവുകയാണ് തിരുസഭയിൽ. ഒരു പുതിയ യുഗപ്പിറവിയാണ് സംഭവിക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായി ആത്മാവ് ചലിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഉയർത്തിയ കരങ്ങളുമായി മോശയെ പോലെ നമ്മുടെ ലീഡേഴ്സിനെ ശക്തിപ്പെടുത്തുവാൻ നമ്മളും നിൽക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുക. അതുകൊണ്ട് ഗുഡ്നസ് ടിവിയിലൂടെയൊക്കെ നമ്മുടെ മറ്റ് ചാനലുകളിലൂടെ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഉയരുവാൻ അവരെ സഹായിക്കും എന്നുള്ളതിൽ സംശയമില്ല. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്.